പെൺമയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പെൺമയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തിയുടെ പേര് ഹേമ. ഹേമ ഒരു ആർക്കിടെക്റ്റ് ആണ്, ഫാഷൻ ഡിസൈനറുമാണ്. ഹേമയ്ക്ക് കുഞ്ഞുണ്ടായപ്പോൾ ഹേമ സ്വന്തമായി ഡിസൈൻ ചെയ്ത ഡ്രസ്സസിലൂടെയാണ് ഒരു പക്ഷെ ഹേമയുടെ ലൈഫ് തന്നെ മാറി എന്ന് നമുക്ക് പറയാൻ പറ്റും. തന്റെ കുഞ്ഞിട്ട ഡ്രസ്സസ് ഒക്കെ തന്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഫ്രണ്ട്സിന്റെയും ഹസ്ബൻഡിന്റെയും സപ്പോർട്ടോടുകൂടി ഹേമയ്ക്ക് ഫേസ്ബുക്കിൽ ഒരു പേജ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. കെച്ചപ്പ്, അതാണ് ആ പേജിന്റെ പേര്. വളരെയധികം ഫേമസ് ആണ് ഇന്ന് കെച്ചപ്പ് എന്ന ഈ ഫേസ്ബുക്ക് പേജ്. ഇപ്പോൾ ഹേമ സിബ്ലിങ്സ്, മദേഴ്സ്, കിഡ്സ് എന്നിങ്ങനെ കാറ്റഗറീസിലുള്ള എല്ലാവർക്കും വേണ്ടി ഡ്രസ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു ഈ ഓൺലൈൻ ഫേസ്ബുക്ക് പേജ്. ഇന്നത്തെ പെൺമയിലൂടെ നമുക്ക് കൂടുതൽ അടുത്തറിയാം കെച്ചപ്പിനെ കുറിച്ചും ഹേമയെ കുറിച്ചും ഒക്കെ. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ പെൺമയിലേക്ക് സ്വാഗതം. ഞാൻ ബേസിക്കലി ഒരു ആർക്കിടെക്റ്റ് ആണ്. ഞാൻ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലാണ് BA കോഴ്സ് ചെയ്തത്. സൈഡ് ബൈ സൈഡ് ഞാനിപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഫാഷൻ ഡിസൈനിങ് എനിക്ക് പണ്ട് ഇഷ്ടമായിരുന്നു. ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. ഡാഡി ഒരു ആർക്കിടെക്റ്റ് ആണ്, അങ്ങനെയാണ് ആർക്കിടെക്ചർ എടുക്കുന്നത്. ആർക്കിടെക്ചറും ഫാഷൻ ഡിസൈനിങ്ങും ക്ലോസ്ലി റിലേറ്റഡ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് ആർക്കിടെക്ചറിലും നമ്മൾ 2D ഡിസൈൻ ചെയ്ത് വരച്ച് പാറ്റേൺ എടുത്ത് 3D ഔട്ട്പുട്ട് എടുക്കുന്നതാണ്. സെയിം ആണ് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിലും ചെയ്യുന്നത്. സോ ഫാഷൻ ഡിസൈനിങ്ങിൽ വരുന്നത് മമ്മിയാണ് എനിക്ക് തയ്ക്കാൻ പഠിപ്പിച്ചു തരുന്നത്. പണ്ടേ തയ്ക്കുന്നതും ക്ലോത്തിങ്ങും ഫാഷനും ഇഷ്ടമായിരുന്നു, അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മോളുണ്ടായതിനു ശേഷമാണ്. മോക്ക് കുഞ്ഞുടുപ്പ് തച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുഞ്ഞുടുപ്പ് ജസ്റ്റ് ട്രൈ ചെയ്തു, ഫോട്ടോ ഒക്കെ എടുത്ത ഫ്രണ്ട്സിനെ കാണിക്കുമ്പോഴത്തേക്ക് ഭയങ്കര എൻകറേജ്മെന്റ് ആയിരുന്നു. അപ്പോൾ കുറെ ഫ്രണ്ട്സ് ഒക്കെ അവരുടെ മക്കളുടെ ബർത്ത്ഡേ പാർട്ടീസിനൊക്കെ തയ്ച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചു, ഇന്ന കളറിൽ ഇന്ന പാറ്റേണിൽ. അപ്പോൾ അത് തയ്ച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഭയങ്കര റെസ്പോൺസ് ഒക്കെ വന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ലോണം സ്റ്റാർട്ട് ചെയ്യുക, കുറച്ച് കളക്ഷനൊക്കെ ബിൽഡ് ചെയ്ത് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് നോക്കൂ. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, കെച്ചപ്പ് എന്ന് പറയുന്ന പേജ്. കെച്ചപ്പിന്റെ പേജ് തുടങ്ങി ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു. കുറച്ച് കളക്ഷൻ വെച്ചിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ദെൻ ഫസ്റ്റ് 2-3 ഡേയ്സിൽ തന്നെ നല്ല റെസ്പോൺസ് വന്നു. അത് ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. പിന്നെ സ്ലോലി ബേബി ക്ലോത്തിങ് ഞങ്ങൾ ആദ്യം അപ് ടു 4-5 ഇയേഴ്സ് വരെയാണ് നമ്മൾ ക്ലോത്തിങ് ചെയ്ത കളക്ഷൻ നമ്മൾ ചെയ്തേക്കുന്നത് 4-5 ഇയേഴ്സ് വരെയാണ്. പിന്നെ സ്ലോലി മദേഴ്സ് സ്റ്റാർട്ട് ചെയ്തു ആസ്ക് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ എനിക്ക് മോളുടെ പോലത്തെ ഡ്രസ്സ് വേണം, മോളുടെ പാറ്റേണിന് മാച്ച് ചെയ്യുന്ന ഡ്രസ്സ്, സെയിം കളറിലെ ഡ്രസ്സ്. അങ്ങനെയാണ് നമ്മൾ വലിയത് ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ സിബ്ലിങ്സിന്, ചേട്ടനും അനിയത്തിക്കും ഒരേ കളറിൽ ഒരേ പാറ്റേണിൽ ഒരേ മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സസ് കോംബോസ്. പിന്നെ സിബ്ലിങ്സ്, ചേച്ചിയും അനിയത്തിയും മാച്ചിങ്. പിന്നെ അമ്മയും മോളും. ഇപ്പൊ ഒരുപാട് ആൾക്കാർ അമ്മയും മോളും കോമ്പിനേഷൻ കോംബോ ചോദിക്കുന്നുണ്ട്. കെച്ചപ്പ് ഡ്രസ്സസിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈം ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ട് നോക്കുന്നത് കുട്ടിയുടെ കംഫർട്ടാണ്. അപ്പൊ പുറത്ത് എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്താലും അകത്ത് കുട്ടിയുടെ ബോഡി ടച്ച് ചെയ്യുന്ന പാർട്ട് എല്ലാം കോട്ടൺ, പ്രീമിയം കോട്ടൺ ലൈനിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻവിസിബിൾ സ്റ്റിച്ചസ്, ബ്ലൈൻഡ് സീംസ് ഇതെല്ലാം യൂസ് ചെയ്ത് അകത്ത് ഒരു ബിറ്റ് ഓഫ് ക്ലോത്ത് പോലും കുട്ടീനെ ഇറിറ്റേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള സ്റ്റിച്ചിങ് ആണ് നമ്മൾ നോക്കുന്നത്. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി, നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻവിസിബിൾ സിപ്പർ സ്റ്റൈലാണ്.
അത് ഇമ്പോർട്ടൻസ് ഇസ് ദാറ്റ് നമ്മൾക്കറിയാം കുഞ്ഞു കുട്ടികളെ നമ്മൾ എപ്പോഴും കയ്യിലെടുത്തായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പൊ കയ്യിലെടുത്ത് വെക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം കുട്ടിയുടെ ബാക്ക് സൈഡ് ആയിരിക്കും കാണുന്നത്. അപ്പം ഇൻവിസിബിൾ സിപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പ്ലിറ്റ് ഇൻ ദ ഡ്രസ് ആൻഡ് ഒരു വൈറ്റ് പോർഷൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എപ്പോഴും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇൻവിസിബിൾ സിപ്പർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്പെഷ്യലി ഒരു അപ് ടു 2 ഇയർ കുട്ടി നടക്കുന്നതിന് മുന്നേ ഉള്ള പ്രായം വരെയുള്ള ഡ്രസ്സസ്. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കെച്ചപ്പ് എത്നിക്സ് എന്നുള്ള ഒരു ഫ്രോക്കും ഒരു കെച്ചപ്പ് പാർട്ടി വെയർ എന്നുള്ള ഒരു ഫുൾ ലെങ്ത് ഗൗണുമാണ്. ഫുൾ ലെങ്ത് ഗൗണ് ഇൻ വൈറ്റ് ഇൻ കളർ. അത് നമ്മൾ ഇപ്പൊ 2 ഇയർ ഓൾഡ് ബേബിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. ഫുൾ ലെങ്ത് ആയിട്ട് കിടക്കും. ആൻഡ് അത് അംബ്രല കട്ടിലാണ്, ഷിയർ നെക്ക് ഡീറ്റെയിൽ ആണ് ചെയ്തേക്കുന്നത്. അതായത് കഴുത്തിന്റെ അവിടെ ട്രാൻസ്പെറന്റ് ആയിരിക്കും. നമ്മൾ ഫുൾ ക്ലോത്ത് എംബ്രോയിഡറി വർക്ക് ഉള്ള നെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫുൾ ഗൗൺ. അതിൽ ലൈനിങ് വരുന്നത് സോഫ്റ്റ് സാറ്റിൻ ആണ് ലൈനിങ് കൊടുത്തേക്കുന്നത്. അതിന്റെ അടിയിൽ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫോർ ദ കംഫർട്ട് ഓഫ് ദ ബേബി. പിന്നെ നമ്മൾ അകത്തും യൂസ് ചെയ്തേക്കുന്നത് ബ്ലൈൻഡ് സ്റ്റിച്ചസ് ആണ്. സോ ഈ സാറ്റിനോ അതിൽ അടിയിൽ കൊടുത്തേക്കുന്ന ബഫോ കുട്ടീനെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്ത് ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ വൈറ്റില് ബേബി പിങ്ക് സാഷ് ആണ് കൊടുത്തിരിക്കുന്നത്. സാഷ് വിത്ത് ടൈ ബാക്ക്. അത് കഴിഞ്ഞുള്ള ഓഫ് ഷോൾഡർ ഡീറ്റെയിൽ ആണ് കൊടുത്തിരിക്കുന്നത്. ഷോൾഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ബേബി പിങ്ക് ഫ്ലവേഴ്സ് ആൻഡ് പേൾസ്. ഇതെല്ലാം ഹാൻഡ് സ്റ്റിച്ച്ഡ് ആണ് ടു ദ ഫ്രോക്ക്. ബിക്കോസ് 2 വയസ്സുള്ള കുട്ടിക്കൊക്കെ ഒരു ടെൻഡൻസി ഉണ്ടാവും ഈ പൂവും മുത്തും ഒക്കെ പറിച്ചെടുക്കാനായിട്ട്. സോ ഇതെല്ലാം കൈകൊണ്ട് ഉണ്ടാക്കി ഹാൻഡ് സ്റ്റിച്ച്ഡ് ആണ് ടു ദ ഗൗൺ. പിന്നെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കെച്ചപ്പ് എത്നിക്സ് എന്നുള്ള ഒരു ഫ്രോക്കാണ്. ഇറ്റ്സ് ടർക്വൈസ് ഗ്രീൻ കളർ, സീ ഗ്രീൻ ടർക്വൈസ് ഗ്രീൻ കളർ വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ. അത് ഗോൾഡ് ആക്സൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ടർക്വൈസ് ഗ്രീൻ്റെ സ്പെഷ്യാലിറ്റീസ് ഇത് എല്ലാ സ്കിന്നിനും സ്യൂട്ട് ചെയ്യുന്ന ഒരു കളറാണ്. ഒരു നല്ല ഡീപ്പ് ആൻഡ് ഡെപ്ത് ഉള്ള ഒരു കളറാണ്. സോ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലും ഗോൾഡൻ ബീഡ് വർക്കും ത്രെഡ് വർക്കിന്റെ മോട്ടീഫ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടോപ്പില് ത്രെഡ് വർക്കിന്റെ ഒരു മോട്ടീഫ് മിഡിൽ പോർഷനിൽ വരും. നെക്ക് ലൈനിൽ ഗോൾഡൻ ബീഡ്സ് ഹാൻഡ് സ്റ്റിച്ച് ചെയ്തേക്കാണ് വിത്ത് ഗോൾഡൻ സാഷ്. പിന്നെ ഗോൾഡും ഗ്രീനും ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് കെച്ചപ്പ് എത്നിക്സ് കൂടുതലും പോകുന്ന ഓണം ടൈം, വിഷു, ദീപാവലി ടൈമില് ഒരുപാട് സെയിലുണ്ട് ഇൻ കെച്ചപ്പ് എത്നിക്സിന്. പ്ലസ് ഇതേ മോഡലിൽ തന്നെ ലെഹങ്കയും ചെയ്തിട്ടുണ്ട്, ടോപ്പ് ആൻഡ് സ്കേർട്ട് ആയിട്ട് വരുന്നത്. ഇത് ഗ്യാദർ മോഡലിലാണ് ചെയ്തേക്കുന്നത്. ഗ്യാദേഴ്സ് പാറ്റേൺ ആണ്. നമ്മൾ നേരത്തെ സംസാരിച്ചത് അംബ്രല കട്ട് പാറ്റേൺ ആയിരുന്നു. കൂടാതെ വേറൊരു ഡ്രസ്സ് കൂടെ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജാക്കറ്റ് മോഡലാണ്. അതായത് അംബ്രല കട്ടില് പിനഫോം ടൈപ്പ് ഫ്രോക്ക് വന്നിട്ട് അതിന്റെ പുറത്ത് ജാക്കറ്റ് വരുന്നതാണ്. ജാക്കറ്റിനായിരിക്കും കൂടുതൽ ഡീറ്റെയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫ്രോക്ക് വിൽ ബി പ്ലെയിൻ. അപ്പൊ ഫ്രോക്ക് മാത്രമായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം കാഷ്വൽ ആയിട്ട്. കുറച്ചുകൂടെ ഫംഗ്ഷൻ വെയർ ആയിട്ട് ജാക്കറ്റും കൂടെ യൂസ് ചെയ്യാം. ജാക്കറ്റ് വേറെ ഡ്രസ്സസ്, മാച്ചിങ് ഡ്രസ്സസിന്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതും വളരെ മൂവിങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്, ഒരു ഡ്രസ് പാറ്റേൺ ആണ്. പിന്നെ ഫോം അംബ്രല ഫ്രോക്ക് വന്നിട്ട് ജാക്കറ്റ് മോഡൽ വരുന്നത്. ബാലെ ഫ്രോക്സ് ആക്ച്വലി വെസ്റ്റേണിൽ ഒരുപാട് പോപ്പുലർ ആണ്. ഇവിടെ അത്രയും പോപ്പുലർ ആയിട്ടുള്ള
GI നമ്മൾ ഇപ്പൊ കണ്ടത് 3 കുട്ടികളുടെ ഡ്രസ്സാണ്, പാറ്റേൺസ് ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടീനേജേഴ്സിന്റെ 2-3 ഫ്രോക്സ് ആണ്, ഫ്രോക്സ് ആൻഡ് ഗൗൺസ്. അപ്പോൾ എനിക്ക് ഈ കുട്ടികളുടെ ഫ്രോക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്കാണ് ടീനേജേഴ്സിന്റെ മദേഴ്സ് അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് ഓർഡേഴ്സ് വരുന്നത്. ഒരു 15+ ആകുമ്പോഴത്തേക്കും നമുക്ക് പാറ്റേണിലും വ്യത്യാസം വരും, കട്ടിങ് പാറ്റേണിലും ഡിഫറൻസ് വരും. ബിക്കോസ് ബസ്റ്റ് വേസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് കൂടുമ്പോഴത്തേക്കും കട്ടിങ് പാറ്റേൺസ് ഓൾസോ ഷുഡ് ബി ഡിഫറെന്റ്. പിള്ളേരുടെ പോലെ ചെയ്യാൻ പറ്റില്ല. സോ അത് ചെയ്തു തുടങ്ങുന്നത് റീസെന്റ് ആണ്, 6 months ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് ബ്രൈഡ്സ് മെയ്ഡ്സിന്റെ ഓർഡേഴ്സ് വരാൻ തുടങ്ങി. ബ്രൈഡ്സ് മെയ്ഡ്സിന്റെ ഓർഡേഴ്സ് ആണ്, ബ്രൈഡ്സ് മെയ്ഡ്സിന്റെ ഡ്രസ്സാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഒരു ഗോൾഡ് ആൻഡ് കളേഴ്സ്, ഡീപ്പ് കളേഴ്സ് വരുന്ന ഒരു കോമ്പിനേഷനിലുള്ള ഗൗൺസ് ആണ്. സോ ഇതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഹൈ ക്വാളിറ്റി സാറ്റിൻ ആണ്. സാറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹൈ ക്വാളിറ്റി സാറ്റിൻ ആകുമ്പോൾ കുറച്ചുകൂടെ തിക്കർ ആയിരിക്കും റാദർ ദാൻ നോർമൽ സാറ്റിൻ. അപ്പോൾ അതിന്റെ ഫിനിഷ് കുറച്ചുകൂടെ ലസ്ട്രസ് ആണ്, ഫ്ലോ ഒക്കെ നല്ല രീതിയിൽ കിടക്കും. സ്പെഷ്യലി ഫോർ ഫുൾ ലെങ്ത് ഗൗൺ. ഫുൾ ലെങ്ത് ഗൗൺ മാത്രമല്ല, ഇത് ആക്ച്വലി 360 സർക്കിളിലുള്ള ഗൗൺ ആണ്. സോ വെൻ യു സിറ്റ് യു ക്യാൻ ആക്ച്വലി സീ എ ഫുൾ റൗണ്ട്. അപ്പോൾ അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുമ്പോഴും ഈവൻ ബഫ് ഇൻസൈഡ് ഉള്ളപ്പോഴത്തേക്ക് ഇറ്റ് ലുക്സ് വെരി റിച്ച്, ലൈക്ക് എ വെഡിങ് ഗൗണിന്റെ ഫിനിഷ് ആണ് ആക്ച്വലി ഫുൾ സർക്കിൾ ഗൗൺ. പിന്നെ ഇതിനും ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. ഇപ്പം സ്പെഷ്യലി അംബ്രല കട്ട് ഗൗൺസ്, അത് നമ്മൾ കുറച്ചുകൂടെ തിന്നറായിട്ട് തോന്നിപ്പിക്കുന്ന സ്റ്റൈലാണ് ഈ അംബ്രല കട്ട്. മുകളിൽ യോക്ക് പോർഷൻ വന്ന് ഇറ്റ് വിൽ ബി ഫിഗർ ഹഗിങ് ആയിരിക്കും, എന്നിട്ട് സ്ലോലി ഇറ്റ് വിൽ ഫോൾ ഡൗൺ ടു ദ അംബ്രല പോർഷൻ. സോ ഇപ്പോൾ കൂടുതലും അംബ്രല കട്ടിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നത് അംബ്രല കട്ട് ഗൗൺസ്, അംബ്രല കട്ട് ചുരിദാർ, അങ്ങനെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ടോപ്പിൽ 3D സ്റ്റോൺ പ്രിന്റ് ആണ്. സോ അത് വളരെ ടൈനി സ്റ്റോൺസ് ആണ് അതിൽ വരുന്നത്. സോ ഡേ ലൈറ്റ് അല്ലെങ്കിൽ ക്യാമറ ലൈറ്റിൽ വരുമ്പോഴത്തേക്കും നല്ല ഗ്ലോ ആണ് അതിന്, അതിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും. വെൻ യു മൂവ് ഇറ്റ് വിൽ കീപ് ഗ്ലിറ്ററിങ്. സോ അതും ഇപ്പം ഇൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ അത് നമ്മൾ ട്രാൻസ്പെറൻറ്റ് നെക്ക് ഡീറ്റെയിൽ ആണ് കൊടുത്തേക്കുന്നത്. സോ അത് വളരെ തിന്നായിട്ടുള്ള നെറ്റിലാണ് ഈ സ്റ്റോൺ വർക്ക് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്കിന്നിൽ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ആ സ്റ്റോൺ വർക്ക് മാത്രമേ കാണിക്കുള്ളൂ, സ്കിന്നിൽ നെറ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യില്ല. സോ അതും ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്, ട്രാൻസ്പെറൻറ്റ് ഷിയർ നെക്ക് ഡീറ്റെയിൽ. ദാറ്റ്സ് ഓൾസോ ഇൻ നൗ. പിന്നെ നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് ഗോൾഡ് ആൻഡ് റെഡും ഗോൾഡും പർപ്പിളും ആയിട്ടുള്ള ഒരു ബ്രൈഡ്സ് മെയ്ഡ്സിന്റെ ഡ്രസ്സാണ്. അതിൽ രണ്ടും സെയിം പാറ്റേൺ, സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് സ്റ്റോൺ പ്രിന്റ് ഡിസൈൻസ് ആണ്. ബാക്കിൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്തേക്കുന്നത് വിത്ത് കീ ഹോൾ ആൻഡ് ബീഡ് വർക്ക് ആണ്. വേറൊരു പാറ്റേൺ നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇസ് ബാലെ ഫ്രോക്സ്. ബാലെ ഫ്രോക്സ് ആക്ച്വലി വെസ്റ്റേണിൽ ഒരുപാട് പോപ്പുലർ ആണ്, ഇവിടെ അത്രയും പോപ്പുലർ ആയിട്ടില്ല. ബിക്കോസ് നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് നല്ല ബഫുള്ള ഗ്യാദർ ഫ്രോക്സ് ഇടാറുണ്ട്, പക്ഷെ ടീനേജ് ഗേൾസിന് അതിട്ട് ഇവിടെ അധികം കാണാറില്ല. ബട്ട് ഇൻ വെസ്റ്റേൺ കൺട്രീസ് ഇറ്റ്സ് വെരി ഫേമസ് ബാലെ ഫ്രോക്സ്. അപ്പം ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ബാലെ ഫ്രോക്ക് ആണ്, വിച്ച് ഇസ് ഗെറ്റിംഗ് വെരി പോപ്പുലർ അമംഗ് ടീനേജ് ഗേൾസ്. അപ്പം അതിന് നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ട്.
ദിസ് ഈസ് എ സ്ലീവ്ലെസ് പാറ്റേൺ. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ടീനേജ് ഗേൾസ് ഫിഗർ ഹഗിങ് യോക്ക് ആയിരിക്കും. യോക്ക് നല്ല ഫിറ്റിംഗ് ആയിട്ട് വരും വിത്ത് ടക്ക് ഇൻ ഫ്രണ്ട് ആൻഡ് ബാക്ക്. സിപ്പ് ക്ലോഷർ ആണ്, ബാക്കിൽ സിപ്പ് ക്ലോഷർ വിത്ത് നല്ല ബഫുള്ള സ്കേർട്ട് പോർഷൻ ആയിരിക്കും. നല്ല ബഫ് ഇൻസൈഡ് കാണും. നെറ്റാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഫ്രോക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ആ റെഡ് ക്രോഷേ. റെഡ് ക്രോഷയിൽ ലൈനിങ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആണ്. ഡബിൾ ലെയർ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് സോ ദാറ്റ് ഇൻവിസിബിൾ സ്റ്റിച്ചസ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ സ്കേർട്ടിൽ വന്നിട്ട് വെൽവെറ്റ് പ്രിന്റ് ഉള്ള നെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെൽവെറ്റ് ഹാർട്ട് ഷേപ്പ് പ്രിന്റ് ഉള്ള ബ്ലാക്ക് നെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെ ഒരു ലെയർ ഓഫ് ബഫ് ഇസ് കമ്മിങ്, ബ്ലാക്ക് ബഫ്. അതിൻ്റെ താഴെ ലെയർ ഓഫ് ലൈനിങ്, ബ്ലാക്ക് കോട്ടൺ ലൈനിങ് ഇസ് ഓൾസോ കമ്മിങ് വിത്ത് എ ഫ്ലവർ ഡീറ്റെയിൽ. ഫ്ലവർ റോസ് ഫ്ലവർ ബഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഓൺ ദ ഓഫ് സൈഡ് ആയിട്ട് 3 ഫ്ലവർ ബഡ്സ് റെഡ് കളർ ആണ് യൂസ് ചെയ്തേക്കുന്നത് ടു ഡീറ്റെയിൽ. ഓക്കെ, അപ്പോൾ ഇന്ന് കണ്ട കെച്ചപ്പിന്റെ ഡ്രസ്സസും ഫ്രോക്സും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എപ്പിസോഡ്സിലും ഞങ്ങളുടെ പുതിയ കളക്ഷൻസ് വരുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ കാണണം. ആൻഡ് ഡു ലൈക്ക് അവർ പേജ്. ഫേസ്ബുക്കിൽ കയറുക, കെച്ചപ്പ് ക്ലോത്തിങ് സ്റ്റുഡിയോ സെർച്ച് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.